നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കാർലോ ആഞ്ചലോട്ടി ഏറെ അപ്രീസിയേറ്റ് ചെയ്യുന്ന ഒരു താരമാണ് എൻട്രിക്ക്. അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് പവറിനെ കുറിച്ച് പലതവണ അദ്ദേഹം റയൽ മാഡ്രിഡിലുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചാവുന്ന ഘട്ടത്തിൽ എൻട്രിക്കിനെ ടീമിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം റയലിൽ കിട്ടുന്നില്ല. ഇപ്പോൾ വേൾഡ് കപ്പിന് പോകണം എന്നുള്ള ആഗ്രഹത്താൽ തന്നെയാണ് റയൽ മാഡ്രിഡ് വിട്ട് ലീഗ് വണ്ണിലേക്ക് അല്ലെങ്കിൽ ഫ്രഞ്ച് ക്ലബിലേക്ക് അദ്ദേഹം ചേക്കേറിയിരിക്കുന്നത്. ലിയോണിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ലിയോണിൽ ചേക്കേറിയിട്ടോ ആദ്യ കളിയിൽ ഗോളടിച്ചു, രണ്ടാം കളിയിൽ അസിസ്റ്റ്, മികച്ച പ്രകടനം നടത്തുന്ന താരം മാർക്കോയോട് പറയുന്നു, എനിക്ക് ബ്രസീലിന് വേണ്ടി വീണ്ടും കളിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ലിയോണിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. ഇവിടെ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റെ ബ്രസീൽ ടീമിന് വേണ്ടിയിട്ടുള്ള വീണ്ടും കളിക്കാനുള്ള അവസരം എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഐ വാണ്ട് ടു പ്ലേ ഫോർ ബ്രസീൽ അഗെയിൻ. പക്ഷേ അത് ഞാൻ എങ്ങനെ ലിയോണിൽ പെർഫോം ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. എൻ്റെ ആദ്യ മത്സരത്തിൽ ഞാൻ ഗോളടിച്ചു, ടീമിനെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യിക്കാൻ പറ്റി. അത് തീർച്ചയായിട്ടും വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഗോൾ ഈ ക്ലബിന് വേണ്ടി അവിടെ ഞാൻ നേടി. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഇനിയും ലക്ഷ്യം വെച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമുള്ള കളിയിലോ അദ്ദേഹത്തിൻ്റെ വക അസിസ്റ്റാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് നല്ല രൂപത്തിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിക്കണം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആഞ്ചലോട്ടിയോട് ഞാൻ ചോദിച്ചു എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന്. അപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞു, നീ പോ, നീ കളിക്ക്, നീ നിൻ്റെ എബിലിറ്റി കളിക്കളത്തിൽ കാണിക്കുക എന്ന്. ആ ഒരു വാക്കുകൂടി കേട്ടതിന് ശേഷമാണ് ലിയോണിലേക്ക് ചേക്കേറാൻ താൻ തീരുമാനിച്ചത് എന്ന് എൻട്രിക്ക് പറയുന്നുണ്ട്. ഏതായാലും എൻട്രിക്കിനാവുമോ വേൾഡ് കപ്പിന് പോവാൻ? കാർലോ ആഞ്ചലോട്ടിയുടെ മാർച്ച് മാസത്തിലെ കോളപ്പിൽ അവസരം ലഭിക്കുമോ എൻട്രിക്കിന് എന്നുള്ള ചോദ്യമുണ്ട്. ആ മാർച്ച് മാസത്തിലെ കോളപ്പായിരിക്കും അടുത്ത വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള കൃത്യമായ തൻ്റെ ടീമിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് നൽകുക എന്ന് കഴിഞ്ഞ കോളപ്പിൽ, അതായത് നവംബർ മാസത്തിലെ കോളപ്പിൻ്റെ സമയത്ത് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊന്ന് ഓർക്കുകയും വേണം. ഏതായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കും. ബ്രസീലിൻ്റെ മാർച്ച് മാസത്തിലെ കോളപ്പിൽ എൻട്രിക്കിന് അവസരം ലഭിക്കുമോ? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.